കോളേജിനെതിരായ ആരോപണങ്ങൾ തുടരുകയാണ്. ഇതിപ്പോൾ നമ്മൾ കേട്ടത് പാസ് ഔട്ടായ ഒരു കുട്ടിയുടെ അമ്മയുടെ പ്രതികരണമാണ്. പഠനകാലത്ത് ജാതി വിവേചനം നേരിട്ടുവെന്ന് കോളേജിലെ മുൻ വിദ്യാർത്ഥിയും പറയുന്നുണ്ട്. ആ പെൺകുട്ടി നമുക്കൊപ്പം ചേരുകയാണ്. 2017-22 ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. കൂടെ അമ്മുവിൻ്റെ അച്ഛൻ സജീവും നമുക്കൊപ്പമുണ്ട്. ഇരുവർക്കും സ്വാഗതം. നമുക്ക് ആ പെൺകുട്ടിയോട് കൃത്യമായി ചോദിച്ചറിയാം. 2 വർഷം മുൻപ് അവിടെ നിന്ന് പാസ് ഔട്ടായതാണ്. ഞാൻ അവരുടെ പേരെന്തായാലും ഉപയോഗിക്കുന്നില്ല. ഒപ്പം അമ്മുവിൻ്റെ അച്ഛൻ സജീവുമുണ്ട്. ശ്രീ സജീവ്, താങ്കളിലേക്ക് വരുന്നതിന് മുൻപ് താങ്കളുടെ മകൾക്ക് മുൻപ് ആ കോളേജിൽ പഠിച്ച മറ്റൊരു പെൺകുട്ടിയുണ്ട്. അവൾ പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാമല്ലേ? ശരി. അന്ന് ആ പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു, ഏത് തരത്തിലുള്ള ഒരു ദുരനുഭവമാണ് അവിടെ ഉണ്ടായത്? ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് അതിൻ്റെ പേരിൽ കുറേ ആബ്സെൻസ് ഒക്കെ ഞാൻ ആബ്സെൻ്റ് ആവുകയും അറ്റൻഡൻസ് കുറവൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നെ ഇതുപോലെ സെക്കൻഡ് ഇയർ ലാസ്റ്റ് ആയപ്പം എനിക്കിതുപോലെ കോമ്പൻസേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ഒരു 3 മാസത്തോളം അടുപ്പിച്ച് എന്നെ ലൈബ്രറിയിൽ ഇരുത്തി കോമ്പൻസേഷൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതിനുശേഷം ഇതുപോലെ ഓണത്തിൻ്റെ സെലിബ്രേഷൻ്റെ സമയത്ത് പിറ്റേന്ന് സെലിബ്രേഷൻ നടക്കുവാണ്. അപ്പോൾ തലേന്ന് എൻ്റെ സെക്കൻഡ് ഇയറിലെ ക്ലാസ് ടീച്ചർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മെർലിൻ നാളെ സെലിബ്രേഷൻ ഒന്നുമില്ല, കുട്ടി നാളെ വരണം, വിത്ത് യൂണിഫോമിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയിൽ എനിക്ക് ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായി. എൻ്റെ അമ്മ ഒക്കെ പറഞ്ഞു പോകണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് അവരോടുള്ളൊരു ഭയം നിമിത്തം എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ദിവസം തന്നെ കോളേജിലെത്തി. എന്നിട്ട് ഞാൻ ലൈബ്രറിയിൽ എന്നെ ഇരുത്തിയിട്ട് മറ്റാരും എന്നെ കാണാതിരിക്കാൻ വേണ്ടി എന്നെ ഒരു കോർണറിൽ കൊണ്ട് വെന്റിലേഷനും ആരും പാത്വേയിൽ കൂടെ പോകുന്നവരാരും എന്നെ കാണാതിരിക്കാൻ എന്നെ വെന്റിലേഷനിൽ ഇരുത്തിയ ശേഷം എന്നെ ഒരുപാട് വഴക്ക് പറയുകയും ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് സാറും ഈ മാഡംസും എല്ലാവരും ഉൾപ്പെടെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. അവിടെ പോയി ലൈബ്രറി പുറത്തുനിന്ന് പൂട്ടി. ഞാൻ അവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി പുറത്തുനിന്ന് പൂട്ടിയിട്ട് സാറും മറ്റുള്ള അധ്യാപകരും ലൈബ്രറിയൻ ഉൾപ്പെടെ മുകളിലത്തെ നിലയിൽ പോയി അവിടെ ആഘോഷിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ആ ലൈബ്രറിയിൽ ഇരുന്ന സമയത്ത് എനിക്ക് വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് അന്നൊരു സെലിബ്രേഷൻ ഡേയും കൂടെ ആയതുകൊണ്ട് ഞാൻ കയ്യിൽ ഫോൺ കരുതിയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഞാൻ വളരെയധികം കരഞ്ഞു. എനിക്ക് ഇത് പറ്റത്തില്ല, എൻ്റെ മെൻ്റലി ഞാൻ ആകെ ഡൗൺ ആവുക, എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഭയങ്കര നാണം കെട്ടിരിക്കുക, എനിക്ക് പുറത്തോട്ടിറങ്ങിയാൽ ഞാൻ മാത്രം യൂണിഫോമിൽ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ പോലും ഞാൻ വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എൻ്റെ അമ്മ സാറിനെ വിളിക്കുകയും അതിനുശേഷം എന്നെ ഷൗട്ട് ചെയ്ത മാഡം പിന്നെ തിരിച്ചു വന്ന് എന്നോട് വളരെ കാര്യമായിട്ട് സംസാരിക്കുകയും സാറ് വന്നിട്ട് ഇനി മെർലിൻ ഞാൻ പറഞ്ഞു എനിക്കിനി സാർ എനിക്കിനി ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതി എന്ന് ഒരുപാട് ഞാൻ കരഞ്ഞ് സാറിനോട് പറഞ്ഞു. എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ ഒരുപാട് മെൻ്റലി ഡ്രെയിൻ ഔട്ടായിട്ടിരിക്കുക, എന്നെ എങ്ങനെയും എൻ്റെ വീട്ടിൽ വിട്ടാൽ മതി, എനിക്ക് ഇന്നത്തെ അറ്റൻഡൻസും വേണ്ട ഒന്നും വേണ്ട എന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, കുട്ടി ആഘോഷിക്കണം, കുട്ടി വരണമെന്നൊക്കെ പറഞ്ഞ് അത്രയും ബ്രോക്കൺ ആയിരിക്കുന്ന എന്നെ വീണ്ടും ആ മുകളിലത്തെ നിലയിൽ കൊണ്ടുപോയി എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുപോയി ഇരുത്തി. അന്ന് എൻ്റെ മാനസിക നില മൊത്തം തെറ്റി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഹോൾ ടീച്ചറും ക്ലാസ്സും എല്ലാവരും എൻ്റെ പിന്നാലെ ഓടിയതിന് ശേഷം ഞാനൊരു സ്ഥലത്ത് മാറിയിരുന്നപ്പോൾ വീണ്ടും വന്ന് എന്നെ അവർ ഷൗട്ട് ചെയ്യുകയും എന്നോട് വളരെ ഇതായിട്ടുള്ള രീതിയിൽ എൻ്റെ ആ അവസ്ഥ പോലും മനസ്സിലാക്കാതെ അവർ സംസാരിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ലൈബ്രറി ഇല്ലാത്ത ദിവസങ്ങളിൽ ലൈബ്രറി പൂട്ടിയിടുവാണ് പതിവ്. അപ്പോൾ ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ എനിക്ക് ലൈബ്രറിയിൽ കോമ്പൻസേഷൻ ചെയ്യാൻ പറ്റാത്തപ്പോൾ ക്ലാസ് റൂമിൽ എന്നെ ഇരുത്താതെ എന്നെ സെക്യൂരിറ്റിയുടെ റൂമിൽ വരെ ഇരുത്തി എന്നെ കൊണ്ട് കോമ്പൻസേഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റു കുട്ടികൾക്കൊക്കെയുള്ള കോമ്പൻസേഷൻ അവരെങ്ങനെയാണ് ചെയ്യുന്നത്? അവർ ക്ലാസ് റൂമിലാണോ ചെയ്യാറ്? അവരെ
എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഇമോഷണലി, ഞാൻ ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ തന്നെ ഇമോഷണലി വളരെ പേടിച്ചു പോയ ഒരു കോളേജാണ്. എനിക്ക് അവിടുത്തെ സാറിനെ, ടീച്ചേഴ്സിനെ എല്ലാവരും എനിക്ക് പേടിയാണ്. എൻ്റെ വീട്ടുകാർ പ്രതികരിക്കാൻ നിന്നാലും അവരോടുള്ള പേടി നിമിത്തം ഞാനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. അത് പറയണ്ട, അല്ലെ അവരോട് അങ്ങനെ പറയണ്ട, അവർ പിന്നീട് എന്തെങ്കിലും ചെയ്യും, ഫോർത്ത് ഇയർ കഴിഞ്ഞ് ഇറങ്ങേണ്ടതാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, സാമ്പത്തികമായിട്ടൊന്നും അത്ര വലിയ കാര്യമായിട്ടുള്ള ഫാമിലിയോ ഒന്നുമല്ല. ഇത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ തന്നെ അതിൻ്റെ പിന്നാലെ നടക്കാൻ എൻ്റെ വീട്ടിൽ ആരുമില്ല. അപ്പോൾ ഇത് ശരിക്കും മോൾക്ക് മനസ്സിലായില്ലേ ഇതൊരു ജാതി വിവേചനമാണ്? മോൾക്ക് മനസ്സിലായില്ലേ ഈ ആഘോഷം നടക്കുമ്പോഴേക്കും യൂണിഫോമിൽ വരാനൊക്കെ പറയുന്നത് ഒരു വിവേചനമാണെന്ന് മനസ്സിലായില്ലായിരുന്നോ? ആയിരിക്കും. കാരണം ഒരുപാട് വട്ടം എന്നോട് പല ടീച്ചേഴ്സും, ഞാൻ ഈ മെൻ്റലി സ്റ്റേബിൾ അല്ല, അതായത് എനിക്ക് ഇമോഷണലി അവിടെ ഒരു അറ്റാച്ച്മെൻറ്റ്, അവിടെ ആരും ഫ്രണ്ട്ലി പോലും നമ്മളെ ഒന്ന് ഒരു പരിഗണന പോലും തന്നല്ല അവിടെ ഉള്ളവർ നമ്മളെ ടീച്ച് ചെയ്യുന്നത്. വളരെ റൂഡായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നതുകൊണ്ട് എനിക്കവിടെ പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഒരുപാട് ആബ്സെൻ്റ് ആവേണ്ടി വന്നു. പക്ഷേ ആ സമയത്തൊക്കെ എന്നോട് പല ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്ക് ഇത് പറ്റത്തില്ലെങ്കിൽ കുട്ടി ഇട്ടിട്ട് പോകണം, കുട്ടിയെ പോലെ ഇത്രയും കുട്ടികളുണ്ടായിരുന്ന ഇത്രയും കുട്ടികളെ അപേക്ഷിച്ച ഒരു സീറ്റിലാണ് കുട്ടി ഇപ്പോൾ ഇരിക്കുന്നത്, അപ്പോൾ കുട്ടി പോകണം എന്നൊക്കെ എന്നോട് വളരെയധികം ഒരുപാട് ടീച്ചേഴ്സ് എന്നെ അങ്ങനെ കമ്പൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതുന്നത് ഒരു പരിധിവരെ അതിൻ്റെ ആയിരിക്കാം. മറ്റാരും, അതായത് നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന മറ്റാരും ഉണ്ടായിരുന്നില്ലേ ക്ലാസ്സിൽ? ഇല്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു ക്ലാസ്സുകളിൽ ഇങ്ങനെ അനുഭവം നേരിട്ട കുട്ടികളുണ്ടോ? ഇല്ല, ഞാൻ ആ ബാച്ചിൽ പഠിച്ച അത്രയും സമയത്ത് ഇതുപോലെ അനുഭവം എനിക്കേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വേറെ ആർക്കെങ്കിലും അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഓരോ കുട്ടികളും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ 4 ഇയേഴ്സ് അവരത്രയും മാനസികമായിട്ടും സ്ട്രെസ്സിലൂടെയും ഒരു ആങ്സൈറ്റി, എനിക്ക് ഈ പഠനം കഴിഞ്ഞതിന് ശേഷവും എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി കൂടി. എനിക്ക് ഒരു വിഷയം ഉണ്ടായതിന് ശേഷം ഞാൻ ഒരു പ്രോഗ്രാമിനും അറ്റ്ലീസ്റ്റ് ഒരു ഫാമിലി ഫംഗ്ഷന് പോലും ഞാൻ പങ്കെടുക്കാനായിട്ടുള്ള പേടി എനിക്ക് വന്നു. അപ്പോൾ ഇങ്ങനൊരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഞാൻ അതെനിക്കൊരു ഭയങ്കര ഒരു ഷോക്കാണ്. എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ തന്നെ ഞാനത് ഓർക്കാൻ പോലും ശ്രമിക്കാത്ത ഒരു സംഭവമാണ്. ഇപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയോ? ഇപ്പോൾ മോൾ എന്താ ചെയ്യുന്നേ? ഞാൻ പഠനം കഴിഞ്ഞു, പക്ഷേ ജോലിക്ക് കുറച്ച് മാസങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവിടെ ചെന്നതിൻ്റെ പേരിൽ എനിക്ക് ആങ്സൈറ്റി വളരെ കൂടി. ഞാൻ ക്ലിനിക്കലി ആങ്സൈറ്റി ഡയഗ്നോസ്ഡ് ആയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ആ കോളേജ്, അവിടെ ഉള്ളവരുടെ പെരുമാറ്റ രീതിയൊക്കെയാണ്. കാരണം ഞാൻ തനി നാട്ടിൻപുറത്തുനിന്ന് വരുന്നൊരു കുട്ടിയാണ്. ഞാൻ പഠിച്ചിട്ടുള്ളത് തടി നാട്ടിൻപുറത്തെ സ്കൂളുകളിലും ഒക്കെയാണ്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ, എൻ്റെ മാതാവ് വളരെ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ച ഒരാളാണ്. ഇവിടുന്ന് ഒക്കെ പൈസ വാങ്ങി എനിക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്തു തന്ന്, അതെല്ലാം ഞാൻ അർദ്ധരാത്രിയോളം ഇരുന്ന് എഴുതി എല്ലാം വെച്ച് പിറ്റേന്ന് അത് പ്രസൻറ്റ് ചെയ്യുമ്പം അവരുടെ തിരിച്ചുള്ള ഒരു അപ്രിസിയേഷൻ പോലും ഇല്ലാതെ അത് റൂഡായിട്ട് അതെല്ലാം വലിച്ചു കീറി എടുത്തു കളഞ്ഞ് മറ്റുള്ളവരുടെ ഒരു 10 പേഷ്യൻസ് നിൽക്കുവാണെങ്കിൽ അവരുടെ മുന്നിൽ നമ്മളെ വെച്ച് നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറി. അതൊക്കെ എനിക്ക് ഭയങ്കര ഷോക്കും അവരോടൊക്കെ ഉള്ളൊരു പേടിയും കൂടാനായിട്ടുള്ള കാരണമായി. നമ്മളൊരു കാര്യം ചെയ്യണം, ഇതൊക്കെ മറികടക്കണം. നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റി നിർത്താനൊന്നും പറ്റുന്ന ഒരു കാലമല്ല. അന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. ഇതിൽ നിന്നൊക്കെ പുറത്തു വരണം. അതിന് മോള് ശ്രമിച്ചാൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അതെ, ഞാനിപ്പോൾ ഇങ്ങനെ ഇത് പറയാൻ തന്നെ കാരണം, എനിക്ക് ഇപ്പോൾ ഈ കുട്ടിയുടെ ഇപ്പം മരണം സംഭവിച്ച കുട്ടിയുടെ ആ ഒരു അവസ്ഥ എനിക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. കാരണം അതുപോലെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയ ഒരാളാണ്. ഒരു 4 ഇയേഴ്സോളം ഞാൻ അവിടെ ഡിപ്രഷനിൽ കൂടെ തന്നെയായിരുന്നു പോയത്. ഒരു 4 വർഷം ഞാൻ ഫുള്ളി ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷേ അത് ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയാണ്. പക്ഷേ നമ്മളെ പഠിപ്പിക്കുന്നതും അവരുടെ പ്രതികരണവും ഹ്യൂമാനിറ്റി അല്ല. ഒരു കുട്ടിയുടെ ഒരു വീക്ക് പോയിന്റ് കണ്ടാൽ ആ കുട്ടി എത്രത്തോളം ഇമോഷണലി സ്റ്റേബിളാണ് എന്ന്, ആ ഒരു സ്റ്റേബിൾ അവർക്ക് കുറവാണെങ്കിൽ അതിനെ ഇവർ യൂസ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ.
ഈ ചുട്ടിപ്പാറ കോളേജിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അമ്മു മരണത്തിലേക്ക് പോയി. പക്ഷേ മോള് വളരെ നന്നായി ആ ഒരു അവസ്ഥയെ മറികടന്ന് നിൽക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഇതിലും നമ്മളിപ്പോൾ നമ്മുടെ ഒരു അവസ്ഥയെ മറികടക്കാൻ നമുക്കാണ് ഏറ്റവും കൂടുതൽ കഴിയുക. അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി ഈ അവസ്ഥയെ മറികടക്കണം, ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകണം. നമ്മളങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് ആളുകൾക്ക് നമ്മളെ ഇപ്പോൾ ഒറ്റപ്പെടുത്താനോ മാറ്റി നിർത്താനോ ഒക്കെ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി നമ്മുടെ വിജയമാണ്. ആ വിജയമാണ് അമ്മയ്ക്ക് മോള് കൊടുക്കേണ്ട ഒരു സമ്മാനം. അമ്മുവിൻ്റെ അച്ഛൻ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. അമ്മുവിൻ്റെ അച്ഛൻ മോളോട് എന്താണോ ആ കോളേജ് കാണിച്ചത്, അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ കാണിച്ചത്, അതിനായിട്ടുള്ള പോരാട്ടത്തിലാണ്. അതിനൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ഞങ്ങളൊക്കെ കൂടെയുണ്ട്. അതുകൊണ്ട് മോൾ ഇന്നലെ വരെ സംഭവിച്ചത് എന്താണോ അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ഇനി വിഷമിക്കരുത്. നാളെ എന്താണോ നേടാനുള്ളത് അതിലേക്ക് ഫോക്കസ് ചെയ്യും കേട്ടോ. തീർച്ചയായും ഞാൻ ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കാഞ്ഞത് മാത്രമല്ല, ഞാനൊരു ഈ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാനുള്ള കാരണം തന്നെ എൻ്റെ ഫാമിലിയാണ്. കാരണം എൻ്റെ ഫാമിലിക്ക് മറ്റൊരു ബാക്ക് സപ്പോർട്ടും ഇല്ല. അപ്പോൾ ഞാൻ പഠിച്ചതിന് ശേഷം വേണം അവർക്കൊരു സപ്പോർട്ട് ഉണ്ടാവാനായിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും മെൻ്റലി സ്ട്രഗിൾ ചെയ്ത് ഓരോ ദിവസവും സ്ട്രഗിൾ ചെയ്ത് ഞാൻ അവിടുന്ന് ആ ഹോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്. എനിക്കൊരു 6 വർഷം എടുത്ത ആ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതിന് ആ ഒരു സെക്കൻഡ് ഇയർ ഇൻസിഡൻറ്റിന് ശേഷം പിന്നെ ഞാൻ ആ കോളേജിൽ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ഗ്രാജുവേഷന് മാത്രമാണ്. അതല്ലാതെ ഒരു ഫോട്ടോയിലോ ഗ്രൂപ്പ് പിക്ചറിലോ ഒന്നും എൻ്റെ ഫോട്ടോസ് ഇല്ല. കാരണം എനിക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ അതിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. ആ കോളേജ് മാത്രമല്ല, പുറത്തുള്ള ആളുകൾ എന്നോട് മിണ്ടാൻ വരുമ്പോൾ എനിക്ക് ഭയം ഉണ്ടാവുക. എല്ലാവരും അങ്ങനെയല്ല. ഒരു ചുട്ടിപ്പാറ അല്ല, മോളിപ്പോ ഒന്ന് നോക്ക്. അതാ ഇപ്പോൾ അമ്മുവിൻ്റെ അച്ഛൻ നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. ആ അച്ഛന് മകളെ നഷ്ടപ്പെട്ടിട്ടിരിക്കുകയാണ്. പക്ഷേ അമ്മ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു തണലാകേണ്ടത് താനാണ് എന്നൊരു ഓർമ്മ എപ്പോഴും മോളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ പിന്നെ നമുക്ക് ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റും. നമ്മൾ ഒരു പരിപാടിയിലുണ്ടായ ഒരു ദുരനുഭവം, അത് ചെയ്തവരുടെ ഒരു മാന്യതയില്ലായ്മ എന്നേ നമുക്ക് പറയാൻ കഴിയൂ. ഇക്കാര്യത്തിലൊക്കെ ശരിക്കും പരാതിപ്പെടേണ്ടതാണ്. ഇങ്ങനെയുള്ള വിവേചനമൊന്നും ഒരാളോടും കാണിക്കാൻ ഒരു അധികാരവും അവർക്കൊന്നുമില്ല. കാരണം നിങ്ങളുടെ മെറിറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായ ഒരു അവസരത്തിൽ അവിടെ പഠിക്കാൻ ചെന്ന് കഴിയുമ്പോഴേക്കും ഇങ്ങനെ മാറ്റി നിർത്താനും അടച്ചിടാനും ഒന്നും ഇത് പട്ടാള ഭരണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നും അല്ലല്ലോ. അതൊരു കോളേജിനും അനുവദിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നടപടി അന്ന് ആ കോളേജ് എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് പരാതിപ്പെടാൻ ധൈര്യമുണ്ടായില്ലെങ്കിലും ഇന്ന് പരാതിപ്പെടുന്നതിലും ഒരു തെറ്റുമില്ല. ആ രീതിയിൽ ഒരു പരാതിയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പരാതിയും കൊടുക്കാം. ചുട്ടിപ്പാറ കോളേജാണ്. പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് കോളേജിൻ്റെ പേരേതാണെന്ന്. ചുട്ടിപ്പാറ കോളേജാണ്. ആ കോളേജിൽ തന്നെയാണ് അമ്മുവിൻ്റെ മരണം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ അമ്മ നമ്മളോട് ദുരനുഭവം പങ്കുവച്ചതും ഇതേ കോളേജിനെ കുറിച്ചാണ്. ഒരിടത്ത് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന, അവരുടെ ആത്മവിശ്വാസം കൂട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളതെങ്കിൽ അത് നമ്മൾ തുറന്നു കാട്ടേണ്ടതാണ്. അതുതന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ധൈര്യമായിട്ടിരിക്കുക. ഇങ്ങനെയുള്ള എല്ലാവരും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഒരു കോളേജിലെ കുറേ മലിനമായ മനസ്സുള്ള കുറച്ച് മനുഷ്യർ, അങ്ങനെ കരുതിയാൽ മതി. അവരൊക്കെ സ്വന്തം കുഞ്ഞുങ്ങളായി കാണണം എന്നൊക്കെ ചിന്തിക്കാത്ത അധ്യാപകരൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയാൽ മതി. ഇനി പരിപാടികൾക്കൊക്കെ പോകണം കേട്ടോ. ഞങ്ങളുടെ ഒരു പരിപാടിക്കും വിളിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതിനൊക്കെ തളരാൻ പോയാൽ ഇനി അങ്ങോട്ട് എത്ര വർഷം നമുക്ക് ഗംഭീരമായിട്ട് ജീവിക്കാനുള്ളതാണ്. അതെ കേട്ടോ. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കണം. പക്ഷേ പഴയതൊക്കെ അത് സംഭവിച്ചു, അതിൽ പരാതിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ പരാതി കൊടുക്കണം. പരാതിപ്പെടാൻ അന്ന് ഞാൻ എൻ്റെ ഒരു ഇപ്പം അന്ന് എനിക്ക് 18-19 വയസ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് അതിന് പുറകെ നടക്കാനും പിന്നാലെ നടക്കാനും ഒന്നും ആരുമില്ല. പിന്നെ നമ്മൾ 4th ഇയർ കഴിയുമ്പോഴേക്കിനും നമുക്ക് ഒരുപാട് കോളേജിൽ നിന്ന് ചെയ്തു തരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ 4th ഇയർ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷവും എനിക്ക് ഒരുപാട് കോമ്പൻസേഷൻ വീണ്ടും ഞാൻ ചെയ്തു. ഞാൻ ആ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരുപാട് ചെയ്തു. ആ ചെയ്തതിന് ശേഷവും അതിൽ ഡേയ്സ് അല്ല അവേഴ്സാണ്. ഇത് മെർലിൻ കുട്ടി ഇത് വീണ്ടും മാറ്റിക്കൊണ്ട് വരണമെന്നും വീണ്ടും പറഞ്ഞ് അതിൻ്റെ പിന്നാലെയൊക്കെ നടന്ന് ഒരുപാട് എന്നെ ഇട്ട് ഓടിച്ചിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നാലായിരിക്കാം അങ്ങനെ അവരെന്നോട് ചെയ്തത്. ഇനി ഇതൊന്നും മനസ്സിനെ അലട്ടരുത്. അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് ഏറ്റവും നല്ല ഒരു ലൈഫ് കൊടുക്കണം. ഇതുവരെയുള്ളതല്ല. മോളെ ഇത്രയൊക്കെ പഠിപ്പിച്ചത് എന്തിനാണ് അമ്മ അത്രയും ബുദ്ധിമുട്ടിയൊക്കെ കേട്ടോ. അതിലേക്ക് ഫോക്കസ് ചെയ്യും. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ വളരെ
ശരി. നമുക്കപ്പോൾ അമ്മുവിൻ്റെ അച്ഛൻ കൂടിയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കുട്ടിയോട് സംസാരിച്ചു. കുട്ടിയുടെ പേര് നമ്മൾ പറയാത്തതാണ്. ആ കുഞ്ഞിന് ഇനിയും മുന്നോട്ടേക്ക് ജീവിക്കാനുള്ളതാണ്. അവളായി ആ പേര് വെളിപ്പെടുത്തുന്നത് വരെ അല്ലെങ്കിൽ അങ്ങനെ വരുന്നത് വരെ അവളെ നമ്മൾ തുറന്ന് കാട്ടുന്നില്ല. ശ്രീ സജീവ്, അമ്മുവിന് സംഭവിച്ചത് എന്താണ് എന്നതിലേക്ക് വെളിച്ചം വീശുന്നതല്ലേ ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ? അവിടെ ഈ വിവേചനവും ഭീഷണിയും മോശം സംസാരവും ഒക്കെ നേരത്തെ തന്നെയുണ്ട്. ഹലോ ഹലോ ശ്രീ സജീവ്, കേൾക്കാമോ? ഹലോ ഹലോ അമ്മുവിൻ്റെ അച്ഛനിലേക്ക് നമുക്ക് എത്തണം. അമ്മുവിൻ്റെ അച്ഛൻ സജീവാണ് നമ്മളോട് സംസാരിക്കാനായി തത്സമയമുള്ളത്. ജാതി വിവേചനം നേരിട്ടതിനെക്കുറിച്ച്, അതായത് കോളേജിൽ ഒരു ആഘോഷ പരിപാടി നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ ഒരു കുട്ടിയെ മാറ്റി നിർത്തുന്നു, ലൈബ്രറിയിൽ അടച്ചിടുന്നു. അതാണ് ചുട്ടിപ്പാറ കോളേജിൽ സംഭവിച്ചത്. ഈ